നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കച്ചറ നീക്കം ചെയ്യുക എന്ന് പറയുന്നത്, വേസ്റ്റ് നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. പലരും അത് എളുപ്പമാക്കാൻ കത്തിച്ച് കളയാറാണ് പതിവ്. പക്ഷെ ഒരു ചെറിയ സംശയം, നമ്മളിങ്ങനെ വേസ്റ്റുകൾ കത്തിക്കുന്ന സ്ഥലം അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമോ? വാസ്തുശാസ്ത്രം പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഒരു എനർജി ഉണ്ട് എന്നതാണ്. തീ എന്നത് സാധാരണ കാര്യമല്ല, അത് അഗ്നിതത്വമാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ സ്ഥലത്ത് തീ ഉപയോഗിച്ചാൽ വീട്ടിൽ നെഗറ്റീവ് എനർജി കൂടാനും ശാന്തി കുറയാനും സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കത്തിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ഏതാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കാരണവശാലും തീയിടാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ തീയിടുന്ന സമയത്ത് ചെയ്യുന്ന വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്, ആത്മീയമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയും നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനും ശ്രദ്ധിച്ചു കാണുക. കാരണം ഇതിൽ പറയുന്ന ഒരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ വീട്ടിലെ ശാന്തിയെയും സമാധാനത്തെയും മാറ്റാൻ സഹായിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വീട്ടിലുള്ള വേസ്റ്റ് കത്തിക്കാൻ ശരിയായ സ്ഥലം ഏതാണ് എന്നതാണ്. ഇത് ഒരു ചെറിയ കാര്യമായിട്ട് പലർക്കും തോന്നാം, പക്ഷെ വാസ്തുപ്രകാരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും എന്താണ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ എവിടെയാണോ നമുക്ക് സൗകര്യമുള്ളത് അല്ലെങ്കിൽ സ്ഥലമുള്ളത് അവിടെയായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെ തീയിടുന്ന സമയത്ത് നമ്മൾ സ്ഥാനം മനസ്സിലാക്കാതെ ചെയ്യരുത്. തീ എന്നത് സാധാരണ ഒരു വസ്തു മാത്രമല്ല, അതൊരു ശക്തിയാണ്. അത് അഗ്നിതത്വം എന്നൊരു എനർജിയാണ്. നമ്മൾ വീട്ടിൽ തീ ഉപയോഗിക്കുമ്പോൾ അത് കുക്കിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വേസ്റ്റ് കത്തിക്കലാണെങ്കിലും അതിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. വാസ്തുപ്രകാരം തീ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശയായിട്ട് കണക്കാക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ്, അതായത് സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്. ഈ ഭാഗം അഗ്നികോൺ എന്നാണ് അറിയപ്പെടുന്നത്. അഗ്നി എന്നത് തന്നെ ഫയറിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് തീ ഉപയോഗിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് തെക്ക് കിഴക്ക് ഭാഗം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ഈ ഭാഗത്ത് ഫയർ എലമെന്റ് ഓൾറെഡി സ്ട്രോങ് ആണ്. അതുകൊണ്ട് തീയുടെ എനർജി ശരിയായ രീതിയിൽ നിലനിൽക്കും. നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സഹായിക്കും. വീടിന്റെ സമാധാനം നിലനിർത്തും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടുക്കള എവിടെയാണ് സാധാരണ വയ്ക്കുന്നത്? പല വീടുകളിലും തെക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചൺ ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിരിക്കുമല്ലോ. അതുപോലെ തന്നെ കച്ചറയൊക്കെ കത്തിക്കുന്നത് പോലുള്ള കാര്യങ്ങളും ഇതേ ഭാഗത്ത് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇനി ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലർ ചോദിക്കും, എനിക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കച്ചറ കത്തിക്കാം. പക്ഷെ അത് വീട്ടിൽ നിന്ന് അല്പം അകലെ ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ വീട്ടിൽ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലം വീടിന്റെ മതിലിനോട് ചേർന്നിരിക്കരുത്. കാരണം ചൂട് മതിലിനെ ബാധിക്കും, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ടാമതായിട്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും അപകടമാകാത്ത വിധത്തിൽ സ്ഥലം തിരഞ്ഞെടുക്കണം. മൂന്നാമതായിട്ട്, കാറ്റിന്റെ ദിശ വളരെയധികം ശ്രദ്ധിക്കണം. കാറ്റ് വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ കത്തിക്കുന്നത് ഒഴിവാക്കണം. കാരണം പുക വീടിനുള്ളിലേക്ക് വരും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി നാലാമതായിട്ട്, വളരെ അടച്ചിട്ട സ്ഥലത്ത് വേസ്റ്റുകളൊന്നും കത്തിക്കരുത്. എപ്പോഴും ഓപ്പൺ സ്പേസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ചെറിയ ആത്മീയ കാര്യം കൂടെ പറയാം. നമ്മൾ തീ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ്. ഓം അഗ്നേയ നമഃ ഈ മന്ത്രം 3 തവണ ചൊല്ലുക. ഇത് നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകും. നമ്മുടെ വീട്ടിൽ കച്ചറ കത്തിക്കുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുന്നത് ഒരു ശുദ്ധീകരണമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കാത്ത ആവശ്യകരമല്ലാത്ത വസ്തുക്കൾ അകറ്റുന്ന ഒരു പ്രക്രിയയാണത്. അതുകൊണ്ട് തന്നെ ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ അത് നല്ല ഫലം നൽകും. ഇനി മറ്റൊരു പ്രധാന കാര്യം, കച്ചറ കത്തിക്കുന്ന സ്ഥലം എപ്പോഴും ക്ലീൻ ആയിരിക്കണം.
കത്തിച്ചതിന് ശേഷം അവശിഷ്ടങ്ങൾ അവിടെ തന്നെ വയ്ക്കരുത്. അത് വൃത്തിയാക്കി മാറ്റുന്നത് വീട്ടിലെ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി കാണും. കച്ചറ കത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ശരിയായ സ്ഥലത്ത് ചെയ്താൽ അത് ശുദ്ധീകരണമാണ്, തെറ്റായ സ്ഥലത്ത് ചെയ്താൽ അത് ദോഷമായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കത്തിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ ദിശ തിരഞ്ഞെടുക്കുക, സുരക്ഷ ഉറപ്പാക്കുക, മനസ്സിൽ ശാന്തത നിലനിർത്തുക. അപ്പൊ നമ്മുടെ വീട് കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞതാകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് കത്തിക്കാൻ ഉത്തമമായിട്ടുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ. ഇനി ഇതുപോലെ തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമാണ് ഒരിക്കലും തീയിടാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ. അതായത് കച്ചറ കത്തിക്കാൻ ശരിയായ സ്ഥലം അറിയുന്നത് പോലെ തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം വാസ്തുപ്രകാരം ചില ഭാഗങ്ങൾ വളരെ പവിത്രമായതും പോസിറ്റീവ് എനർജി നിറഞ്ഞതുമായിട്ടുള്ള ഭാഗങ്ങളാണ്. അവിടെ തീ ഉപയോഗിക്കുന്നത് ആ എനർജിയെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് വടക്ക് കിഴക്ക് ദിശ എന്ന് പറയുന്നത്. ഇത് ഈശാനകോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗം ദൈവിക ഊർജം ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭാഗത്ത് നമ്മൾ വേസ്റ്റ് കത്തിക്കുന്നത് വളരെ ദോഷകരമാണ്. ഇത് ചെയ്യുമ്പോൾ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സിൽ അശാന്തി, കുടുംബത്തിൽ തർക്കങ്ങൾ വർദ്ധിക്കുക, സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ വരിക. അതുകൊണ്ട് എന്ത് കാരണവശാലും ഈ ഭാഗത്ത് തീയിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇനി രണ്ടാമതായിട്ട് വീടിന്റെ മുഖവാതിൽ ഭാഗമാണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, വീടിന്റെ പ്രധാന വാതിൽ. അത് നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി പ്രവേശിക്കുന്ന വഴിയാണ്, അല്ലെ? പക്ഷെ പലരും സൗകര്യത്തിന് വേണ്ടി വാതിലിന് മുന്നിൽ തന്നെ കച്ചറകൾ കത്തിക്കാറുണ്ട്. ഇത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഇവിടെ തീ കത്തിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി വീടിനുള്ളിലേക്ക് വരുന്നത് തടയും, പുതിയ അവസരങ്ങൾ കുറയും, വീട്ടിൽ ഒരു ഭാരമുള്ള അന്തരീക്ഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വീടിന്റെ ഡോറിന്റെ നേരെ മുന്നിലായിട്ട് ഒരു കാരണവശാലും നമ്മൾ തീയിടാനായിട്ട് പാടില്ല. ഇനി മൂന്നാമതായിട്ട് വീടിന്റെ നടുഭാഗമാണ്. ഇതും വളരെ സൂക്ഷിക്കേണ്ട ഭാഗമാണ്. വീടിന്റെ നടുഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗം വീടിന്റെ എനർജി ബാലൻസ് നിലനിർത്തുന്ന കേന്ദ്രമാണ്. ഇവിടെ തീ ഉപയോഗിക്കുന്നത് വളരെ ദോഷകരമാണ്. ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ വീട്ടിലുള്ളവർക്ക് എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. മാനസിക സമ്മർദ്ദം ഉണ്ടാകും, കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വീടിന്റെ നടുവില് ഒരു കാരണവശാലും തീ ഉപയോഗിക്കരുത്. ഇനി നാലാമതായിട്ട് കിണർ അല്ലെങ്കിൽ വെള്ളമുള്ള ഭാഗങ്ങൾ. ഇതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അത് കിണറാകാം, ടാങ്ക് ആവാം, അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കുന്ന ഭാഗങ്ങളാകാം. വാസ്തുപ്രകാരം ജലവും അഗ്നിയും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു വരുന്ന സ്ഥലം ബാലൻസ് നഷ്ടപ്പെടും. വെള്ളത്തിനടുത്ത് നമ്മൾ ഇങ്ങനെ വേസ്റ്റ് കത്തിക്കുന്നത് എനർജി ഇംബാലൻസ് ഉണ്ടാക്കും. ഇത് കാരണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന്റെ സമീപത്ത് തീ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി അഞ്ചാമതായിട്ട് അടച്ചിട്ട ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ വെന്റിലേഷൻ ഇല്ലാത്ത ഭാഗങ്ങളാണ്. ഇപ്പോൾ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലര് കാറ്റ് വരാത്ത അടച്ചിട്ട സ്ഥലങ്ങളിൽ വേസ്റ്റ് കത്തിക്കാറുണ്ട്. ഇത് വളരെ അപകടകരമാണ്. കാരണം പുക അടിഞ്ഞുകൂടും, ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. അതുകൊണ്ട് എപ്പോഴും ഓപ്പൺ സ്പേസ് തിരഞ്ഞെടുക്കണം ഇങ്ങനെ വേസ്റ്റുകൾ കത്തിക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിരിക്കണം. ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എനർജി കൊണ്ടും ആത്മീയമായ പ്രാധാന്യം കൊണ്ടും വളരെ സെൻസിറ്റീവാണ്. അവിടെ തീ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാം. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ എല്ലാം ശ്രദ്ധയിൽ വയ്ക്കണം. വടക്ക് കിഴക്ക് ഒഴിവാക്കുക, മുഖവാതിൽ ഒഴിവാക്കുക, വീടിന്റെ നടുവ് ഒഴിവാക്കുക, വെള്ളത്തിന്റെ സമീപം ഒഴിവാക്കുക. നമ്മൾ തീ ഉപയോഗിക്കുമ്പോൾ അതിനെ ഒരു സാധാരണ കാര്യമായി മാത്രം കാണരുത്. അതൊരു ശക്തിയാണ്. അതുകൊണ്ട് ശരിയായ സ്ഥലവും ശരിയായ മനസ്സും വളരെ പ്രധാനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിരിക്കണം ഏത് സ്ഥലങ്ങളിൽ തീയിടരുത്, എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കേണ്ടത്. ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ശാന്തിയും സമാധാനവും കൂടുതൽ നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.